സോ കറന്റ് ഞാനുള്ളത് നമ്മുടെ MR വെറ്റിനറി കോളേജിലാണ്. MR വെറ്റിനറി കോളേജിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് ടോട്ടലായിട്ട് നമുക്ക് 6 സ്റ്റുഡൻസ് ആണ് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 6 പേരോടൊപ്പമാണ് എന്നുള്ളത്. പിള്ളേരെ കാണാനായിട്ടൊന്ന് ഈവനിങ് ആണ് വന്നത്. ബിക്കോസ് വേറൊന്നുമല്ല, നേരത്തെ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ ടൈമൊക്കെ ആണെങ്കിൽ പിള്ളേരെ കാണാൻ പറ്റില്ല. അങ്ങനെ നേരെ അവരെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചെറിയാനായിട്ട് അവരുടെ കോളേജിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ എബ്രഹാം ഉണ്ട്. എബ്രഹാമിന്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്താണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാരായണൻ ഉണ്ട്. സൂര്യനാരായണന്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ്. അപർണയുണ്ട്. അപർണയുടെ സ്ഥലവും വരുന്നത് കൊല്ലത്താണ്. പക്ഷെ അപർണയുടെ പാരന്റ്സ് ഫാദർ ഓൾറെഡി സെറ്റിൽ ആയിരിക്കുന്ന ഡൽഹിയിലാണ്. അറൗണ്ട് ഒരു 10-20 വർഷമായിട്ട് എന്നാണ് അപർണയുടെ ഫാദർ ഡൽഹിയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. പിന്നെ അപർണയുടെ സിസ്റ്ററിന്റെ അഡ്മിഷന് ഞാനാണ് ചെയ്തേക്കുന്നത്. അപർണയുടെ സിസ്റ്റർ ഇപ്പം ജോർജിയയിൽ ബത്തൂമിലാണ് പഠിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി ഉണ്ട്. ജ്യോതിയുടെ സ്ഥലം ട്രിവാൻഡ്രാണ് വരുന്നത്. ദെൻ ആദിത്യന്റെ പ്ലേസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്താണ് വരുന്നത്. സെയിം ഇവിടെ 2 ആദിത്യനുണ്ട്. ഒരാദിത്യൻ അങ്ങേറ്റത്ത് നിൽപ്പുണ്ട്, ഒരാദിത്യൻ ഇങ്ങേറ്റത്ത് നിൽപ്പുണ്ട്. ആദിത്യൻ ഡി സുമേഷും ഡി ആദിത്യനും അല്ലേ. സോ ആദ്യത്തിന്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത്തവണ കേരളത്തിൽ നിന്ന് ടോട്ടലായിട്ടുള്ള നമ്മുടെ MR സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. സോ ആദിത്യ ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ 2.5 മാസം ആവുന്നുണ്ടല്ലോ. അറൌണ്ട് 2.5 months ആണ് ആവുന്നത്. ഈ ഒരു 2.5 മാസം ഒരു പിന്നെ കോളേജിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് റിഗാർഡിങ് ഫാക്കൽറ്റീസിനെ കുറിച്ച്? അത് കൂടാണ്ട് നമുക്കുള്ള ഫെസിലിറ്റീസ് മീൻസ് ഇപ്പോൾ നമുക്കുള്ള ഫാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമ്പസ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ അതർ ദാൻ നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് നോർമലി നോക്കുന്ന സമയത്ത്? നോർമലി ഇത് നല്ലൊരു കോളേജാണ്. ഹരിയാനയില് ബെസ്റ്റ് കോളേജാണ്. അപ്പോൾ നമുക്ക് രാവിലെ 9 മണി വരെയുള്ള ഫുഡിന്റെ ഇവിടെ അവൈലബിലിറ്റി. അത് കഴിഞ്ഞ് 9:30 തൊട്ട് നമുക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ക്ലാസ് ടൈം വരുന്നത് 9:30 ടൈമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ചിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ലഞ്ചിന്റെ ടൈമിംഗ് വരുന്നത് 12:30 തൊട്ട് 12:30. അപ്പോൾ 9:30 മുതൽ എത്ര മണി വരെയാണ് ക്ലാസ് വരുന്നത് ടൈമിംഗ്? 12:30 വരെ. 12:30 വരെയാണ് ക്ലാസ്. അപ്പോഴത്തേക്ക് മെസ് ഓപ്പൺ ആവും. 12:30. ആഫ്റ്റർനൂൺ ക്ലാസ്സസ് ഉണ്ടോ? ആഫ്റ്റർനൂൺ കഴിഞ്ഞ് നമുക്ക് ലാബുകളാണ്, പ്രാക്ടിക്കൽ ക്ലാസ്സസ്. അതായത് മോർണിംഗ് ടൈം നിങ്ങൾക്ക് തിയറി ക്ലാസ്സസും ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ എവരിഡേ അങ്ങനെയാണോ? എവരിഡേ അങ്ങനെയാണ്. അതായത് ഇത് എല്ലാ ദിവസവും നിങ്ങൾ ലാബിൽ പോകാറുണ്ടോ അതോ എല്ലാ ദിവസവും ലാബിൽ പോകാറുണ്ട്? ലാബ് അറ്റൻഡൻസ് ഉണ്ട്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണല്ലോ അല്ലേ? ഓക്കെ, അപ്പം എല്ലാ ദിവസവും പ്രാക്ടിക്കൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ റിഗാർഡിങ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിക്കോസ് ഇപ്പോൾ കറന്റ് ഇവിടെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ അതോ സീനിയേഴ്സ് മാത്രമാണോ ഉള്ളത്? നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ നിങ്ങൾ കളിക്കാനൊക്കെ കൂട്ടി പോകാറുണ്ട്? ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ നോർമലി ഉള്ള കോളേജസിലൊക്കെ ഉള്ള പോലെ എന്താണ് സീനിയേഴ്സ് കളിക്കുക ബാക്കി ജൂനിയേഴ്സ് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നോർമലി നമ്മുടെ ലോക്കൽ സ്റ്റുഡൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ബിക്കോസ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റുഡൻസ് ഡേ സ്കോളേഴ്സ് ആയിരിക്കും, ഡെയിലി വന്നിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവും തോന്നുന്നു. എങ്ങനെയുണ്ട് അവരുടെ ഒരു അപ്രോച്ച്? എങ്ങനെയുണ്ട് നിങ്ങളോടുള്ള? നല്ല ഫ്രണ്ട്ലി ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ മൊബൈൽ യൂസ് ചെയ്യുന്നതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ് റൂമിൽ മേ ബി എടുത്തിട്ട് പോകാൻ പറ്റത്തില്ലാന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ്സിൽ പറ്റും, സ്വിച്ച് ഓഫ് ചെയ്ത് സൈലന്റ് ആക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ വീട്ടിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നോർമലി പല സ്റ്റുഡൻസിന്റെ വലിയൊരു കൺഫ്യൂഷൻ ആണ് ഇതെന്ന് അറിയോ. ഈ പ്രൈവറ്റ് കോളേജസിൽ ചില കോളേജിൽ മറ്റേ എന്ത് ചെയ്യാൻ പാടില്ല, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങളുള്ള കോളേജുകളുണ്ടാവല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോലൊരു കോഴ്സ് പഠിക്കുന്ന ആൾക്ക് എന്തായാലും വിത്തൗട്ട് സ്മാർട്ട് ഫോൺ എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് സെമിനാർസും ബാക്കി ഇതിന്റെ കണ്ടന്റ് പ്രിപ്പറേഷനൊക്കെ എന്തായാലും ഫോൺ അങ്ങനെയുള്ള ലാപ്പ് അങ്ങനെയുള്ള സാധനം എന്തായാലും കമ്പൽസറി ആണ് വേണമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ എന്താണ് വൈഫൈ ഉണ്ടോ അതോ നിങ്ങൾ ഡേറ്റ ആണോ യൂസ് ചെയ്യുന്നത്? വൈഫൈ അവൈലബിൾ ആണ്. ഹോസ്റ്റൽ വൈഫൈ അവൈലബിൾ ആണ്. ഓക്കെ, അവൈലബിൾ ആണ്. ദെൻ റിഗാർഡിങ് ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റലൊക്കെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഫുഡ് നല്ല ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പിന്നെ വെനസ്ഡേസില് സൗത്ത് ഇന്ത്യൻ ഫുഡ്, ഇഡ്ഡലി സാമ്പാർ. ആണോ? വെനസ്ഡേ ഇഡ്ഡലി സാമ്പാറുണ്ട്? അതറിയത്തില്ലായിരുന്നു. മോർണിംഗ് ടൈം ആണോ? മോർണിംഗ് ടൈം. ഓക്കെ, എനിക്കോ ഇവിടെ സൗത്ത് ഇന്ത്യൻസ് കുറച്ച് കൂടുതലുണ്ടല്ലേ. കേരള തമിഴ്നാട് സ്റ്റുഡൻസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അവര് ഓക്കെ ഇൻക്ലൂഡിങ് തെലുങ്കുകളൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് വെനസ്ഡേസിൽ ഇഡ്ഡലി സാമ്പാർ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ വെജ് ആണെന്ന് തോന്നുന്നില്ലേ? വെജാണ് വരുന്നത് ഫുഡ് വരുന്നത്. ഓക്കെ, ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ്. ഓക്കെ ബ്രോ, താങ്ക് യു.